ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഹൗസ് വാമിങ് വീഡിയോ ആണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഹൗസ് വാമിങ്ങിൻ്റെ ഞങ്ങളുടെ ഡ്രസ്സൊക്കെ കണ്ടില്ലേ, ഫാദിയ ഡിസൈൻസിൽ നിന്ന് ഞങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്ത് തന്ന കേട്ടോ, എനിക്കും മക്കൾക്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ കൊടുക്കാം. ഒത്തിരി ആൾക്കാർ വന്നവരൊക്കെ പറഞ്ഞിരുന്നു നല്ല ഭംഗിൻ്റെ ഡ്രസ്സ് നോക്കിയാൽ. പിന്നെ ഒരു സ്റ്റാർട്ടിങ് ഒരു ഇതുണ്ടാവും, എന്താ പറയുക, ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട് ഈ ഒരു വീഡിയോക്ക്. സ്റ്റാർട്ടിങ് നമ്മൾ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം നമ്മൾ തലേന്ന് ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഉറക്കമൊഴിച്ചിട്ട് നേരെ 8:30 ആയപ്പോഴേക്കും നമ്മൾ ഫ്ലാറ്റിലോട്ട് എത്തി. ഫ്ലാറ്റിൽ അപ്പോഴാണ് നമ്മളെ ഡ്രസ്സ് വന്നിട്ടുണ്ടായിരുന്നത്. തലേ ദിവസം എനിക്ക് ആ ഡ്രസ്സ് നോക്കാൻ നേരം കിട്ടിയില്ല, നേരെ ഡ്രസ്സ് ഇട്ട് ഇങ്ങോട്ട് പോന്നു. 9:30-10 മണിക്കാണ് നമ്മൾ ഹൗസ് വാമിങ് ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും കാക്കൻ്റെ വീട്ടിൽ, അതായത് എൻ്റെ ഹസ്ബൻഡ് ബ്രദറിൻ്റെ വീട്ടിൽ മൊത്തം ആൾക്കാരായിരുന്നു ക്ഷണിച്ചവരൊക്കെ. 10 മണിക്ക് നമ്മൾ വീട്ടുകാർ മാത്രം കുറച്ച് പേര്, ഒരു 100-150 ആൾക്കാരുടെ പരിപാടി നമ്മൾ വീട്ടിൽ വെച്ചിട്ട്, പിന്നെ ബാക്കിയുള്ളത് ഓഡിറ്റോറിയം. ഇവിടെ ഓഡിറ്റോറിയത്തിലാണ് നമ്മൾ ഇന്നത്തെ ഫംഗ്ഷൻ വെച്ചിട്ടുള്ളത്. അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതാ ഞങ്ങൾ പോയി വന്നപ്പോഴേക്കും നമ്മുടെ വീട്, ഞങ്ങൾ രാത്രി ക്ലീൻ ചെയ്ത വീട് തന്നെയാണോ എന്ന് പോലും ഞങ്ങൾക്ക് സംശയമായിപ്പോയി. നമ്മുടെ തൻവീസ് ഐഷ മാൻഷൻ വീട്. എന്താ പറയുക, പുറത്തുനിന്ന് എനിക്കധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ദിവസം. അറിയാമല്ലോ, ആ ഒരു തിരക്കിനെടുക്കുക. പക്ഷേ എനിക്ക് ആ വീഡിയോ നമുക്ക് ലൈഫ് ലോങ് കണ്ടുകൊണ്ടിരിക്കേണ്ട വീഡിയോ ആയതുകൊണ്ട് ഞാൻ അത്യാവശ്യം കുറച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി ഞാൻ വേറൊരാളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ ഗസൽ ഇവൻറ്റ്സ് ആൻഡ് കാറ്ററേഴ്സ് ആണ് നമ്മുടെ ഇവൻറ്റ് മൊത്തത്തിൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോഗ്രാഫി, എനിക്ക് ഉള്ള വീഡിയോ യൂട്യൂബിലോട്ടും ഇൻസ്റ്റഗ്രാമിലോട്ടുള്ള എല്ലാതും അവരെന്നെ ചെയ്തതുകൊണ്ട് തന്നെ ഭയങ്കര സമാധാനം. അപ്പം ഫുഡാണെങ്കിലും അറേഞ്ച്മെൻറ്റ്സ് ആണെങ്കിലും അതിനകത്ത് ഹോസ്റ്റിംഗ് ഗേൾസൊക്കെ ഉണ്ട്, അതൊക്കെ ആണെങ്കിലും എല്ലാതും അവർ അറേഞ്ച് ചെയ്തു. ഞാനൊന്നും നോക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഇക്കാക്കും എനിക്കും കുറച്ച് ഭയങ്കര സമാധാനം. നമ്മൾ ഫസ്റ്റ് ടൈമായിട്ടാണ് ഒരു ഇവൻ്റ് ഇങ്ങനെ നടത്തുന്നത്, അതുകൊണ്ട് തന്നെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെ ഏൽപ്പിച്ചുകൊണ്ട് തന്നെ ഒന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനത് പ്രൊമോഷനായിട്ടൊന്നും പറയില്ല. എന്താ പറയുക, ഈ നമ്മുടെ ഡ്രസ്സാണെങ്കിലും ഇവൻ്റ് ആണെങ്കിലും എനിക്ക് നമ്മൾ ഹൗസ് വാമിങ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. പലരും പറഞ്ഞിരുന്നു മാഷാ അല്ലാ അൽഹംദുലില്ലാ എന്നൊക്കെ നിങ്ങൾ വെറുതെ പറയുന്നുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക്. അത് പറയാണ്ടിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ഇതൊന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തില്ല. എക്സ്പെക്റ്റ് ചെയ്യാത്തതിലും അപ്പുറമാണ് എനിക്ക് റബ്ബ് തരുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ പറയണ്ടേ. അങ്ങനെ ആ ഒരു രാവിലത്തെ ഈവൻറ്റിൽ നമ്മുടെ ഇക്കാൻ്റെ വീട്ടുകാരും എൻ്റെ വീട്ടുകാരും പ്രധാനപ്പെട്ട ആൾക്കാരുണ്ടാവില്ലേ, അങ്ങനെ ഉള്ളവരാണുള്ളത്. പിന്നെ കയറുന്ന സമയത്ത് ഒരു ബഹളം തന്നെയായിരുന്നു. കാരണം ഒരു ചൂട് വന്ന സമയമാണല്ലോ 10 മണി. നമ്മൾ 10 മണിക്ക് വെക്കാൻ ഒരു കാരണം കൂടി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, സുബഹി നിസ്കാരത്തിൻ്റെ സമയത്ത് ആണുങ്ങളെല്ലാവരും കൂടി വീട്ടിൽ നിസ്കരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ആണുങ്ങൾക്ക് ഏറ്റവും ഉത്തമം പള്ളിയിലാണ്. അതിനിപ്പോൾ എന്തൊക്കെ ആരൊക്കെ പറഞ്ഞാലും അതുതന്നെയാണ് സംഭവം. അപ്പോൾ വീട്ടിൽ നിസ്കരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. പിന്നെ ദുഹാൻ്റെ സമയമാകുമ്പോഴേക്കും നമ്മൾക്ക്, ദുഹല്ല 10 മണിയാകുമ്പോഴേക്കും നമ്മളൊന്ന് കുട്ടികളൊക്കെ ഇപ്പോൾ ആക്റ്റീവ് ആയില്ലേ. അല്ലെങ്കിൽ പിന്നെ കുട്ടികളൊക്കെ ഉറക്കം വെച്ച് വരുമ്പോൾ എങ്ങനെയായാലും അതൊക്കെ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ എൻ്റെ ഉമ്മയും ഉപ്പയും ഇക്കാൻ്റെയും ഉമ്മയും 3 പേരും കൂടിയാണ് തുറന്നത്. ഞാൻ ഒക്കെയും കൂടി തുറക്കണ്ടെന്ന് വിചാരിച്ചു. കാരണം അവരുണ്ടാകുമ്പോൾ പിന്നെ നമ്മൾ ചെയ്യുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ആ ഒരു തുറക്കൽ എന്ന് പറഞ്ഞാൽ അതുവരേക്കും നമ്മൾ വീടിൻ്റെ അകത്തുണ്ട്. ആ നേരത്തെ മാത്രം നമ്മൾ പുറത്തിറങ്ങിയത് കേട്ടോ. എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് പോയതല്ലേ. എന്തായാലും ഒരു ഒഫീഷ്യൽ ഹൗസ് വാമിങ് നടത്തിയത് അവർ 3 പേരും കൂടിയാണ് കേട്ടോ. അങ്ങനെ അൽഹംദുലില്ലാ നമ്മുടെ വീടിൻ്റെ മുകളിൽ, മീൻസ് മെയിൻ ഡോറിൻ്റെ മുകളിൽ ആ ഫ്രെയിം നോക്കൂ, അതും എനിക്കൊരു ഗിഫ്റ്റ് വന്നതാണ് കേട്ടോ. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഈ ഒരു വീട്ടിലോട്ട് എനിക്ക് സന്തോഷത്തോടെ കുറേ ആൾക്കാർ ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. അതെൻ്റെ വ്യൂവേഴ്സിൽ നിന്ന് വന്നിട്ടുള്ള ഗിഫ്റ്റുകളാണ്. പിന്നെ നമ്മുടെ വീട്ടുകാരിൽ നിന്ന് വളരെ കുറച്ച് ഗിഫ്റ്റുകൾ വന്നിട്ടുള്ളൂ. എനിക്ക് ഗിഫ്റ്റ് ഞാൻ എക്സ്പെക്റ്റും ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് കൂടുതൽ വന്നിട്ടുള്ളത് എൻ്റെ വ്യൂവേഴ്സിൽ നിന്ന് തന്നെയാണ്. ഒരുപാട് സന്തോഷം. അത് ചിലർ കാണിക്കേണ്ടെന്ന് പറഞ്ഞവരുണ്ട്, ചിലർ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാണിച്ചാൽ മതി, എനിക്ക് ആയിഷയ്ക്ക് എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഗിഫ്റ്റുകൾ കുറേ വന്നിട്ടുണ്ട് കേട്ടോ. ഒക്കെ അൺബോക്സ് ചെയ്യാൻ കിടക്കുന്നുണ്ട് ഇൻഷാ അല്ലാ. അങ്ങനെ നമ്മുടെ എന്താ പറയുക, ഹൗസ് വാമിങ് ആ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞു. പിന്നെ ഈ ഒരു ഫംഗ്ഷനിലോട്ട് ഞാൻ ബ്ലോഗേഴ്സിനെ, ഇൻഫ്ലുവൻസേഴ്സിനെ, യൂട്യൂബേഴ്സിനെ ഒന്നും ഞാൻ വിളിച്ചിട്ടില്ല. വേറൊന്നും കണ്ടല്ല. നിങ്ങൾക്കറിയാലോ ഇക്കാൻ്റെ ആ ഒരു സിറ്റുവേഷൻ. അപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ്. കണ്ണേറെന്നുള്ളത് ഉണ്ട് എന്നുള്ളത് സത്യമാണല്ലോ. അപ്പം നമുക്കൊരു ഞാൻ ഹൗസ് വാമിങ്ങിൻ്റെ ഡേറ്റ് പറയാത്തതിൻ്റെ കാരണം എന്താണെന്നറിയോ? അത് പറയുമ്പം അതിനി നടക്കാണ്ട് പോയാലോ എന്നുള്ളൊരു ടെൻഷൻ കൊണ്ടാണ്. അത് മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ അത് പറയുന്നത്. അങ്ങനെ ഇക്കാൻ്റെ വീട്ടുകാരും എൻ്റെ വീട്ടുകാരുമായിട്ട് ഒരു 600
ആ ഒരു റേഞ്ചിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. 600 പേർക്കൊക്കെ നമ്മൾ വീട്ടിൽ ഫുഡും സൗകര്യങ്ങൾക്കും അറേഞ്ച് ചെയ്യുമ്പം വെള്ളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ. എത്ര ആൾക്കാർ നിസ്കരിക്കാനും ബാത്റൂമിൽ പോകാനും ഒക്കെ നോക്കിയപ്പം ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയാണ് ഓഡിറ്റോറിയം ഉള്ളത്. അവിടെ നമ്മൾ വെച്ചു. അതും അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചതാണ്. ഞാൻ എൻ്റെ അമ്മാവൻ്റെ മോൻ്റെ കൂടെ ഒരു യാത്രയിൽ പോകുന്ന സമയത്ത് അവനിങ്ങനെ പറഞ്ഞു, വെള്ളം ഇല്ലെങ്കിൽ നിങ്ങൾ ഓഡിറ്റോറിയത്തിൽ വെച്ചോളൂ. അപ്പോൾ ഞാനിങ്ങനെ തമാശയ്ക്ക് ചോദിച്ചു, ഓഡിറ്റോറിയോ അങ്ങനെയൊക്കെ കുടിയിരിക്കലൊക്കെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ വെക്കുമോ, അതൊക്കെ മോശമല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ ഫ്രണ്ടിൻ്റെ വീട് കുടിയിരിക്കൽ അങ്ങനെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല വെച്ചത്, വീട് നല്ല വൃത്തിയിലാവും. നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ലക്ഷങ്ങളും കോടികളും മുടക്കിയിട്ടുള്ളൊരു വീട് ഹൗസ് വാമിങ് ഫംഗ്ഷനോട് കൂടിയിട്ട് കേട് വരുന്നത് കാണുമ്പോൾ നമുക്ക് സങ്കടമല്ലേ. അപ്പോൾ വീട് കാണലുണ്ട്, ഓഡിറ്റോറിയത്തിൽ ഫുഡ് അറേഞ്ച് ചെയ്താൽ നല്ലതല്ലേ എന്ന് പറഞ്ഞപ്പം എനിക്ക് തോന്നി ശരിയാണ്. കാരണം നമ്മൾ വീട് കാണാനുള്ള സൗകര്യം കൊടുക്കുന്നുണ്ട് തൊട്ടടുത്തായതുകൊണ്ട്. ഇനിയിപ്പോൾ ദൂരാണെങ്കിലും എനിക്ക് തോന്നി ഇനിയുള്ള കാലങ്ങളിൽ എല്ലാവരും അതായിരിക്കും ബെസ്റ്റ് എന്ന്. കാരണം ഓഡിറ്റോറിയത്തിൽ ഫുഡ് എന്ന് പറയുമ്പം കല്യാണമൊക്കെ പണ്ട് വീട്ടിലല്ലാഞ്ഞാൽ ആൾക്കാർ പോവാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാ കല്യാണങ്ങളും വീട്ടിൽ തന്നെയാണ്. അതേപോലെ തന്നെയാണ് ഈ ഒരു സംഭവം കേട്ടോ. ഞാൻ പല വീട്ടിലും കണ്ടൊരു കാര്യമാണ്, മക്കളൊക്കെ ഫുഡൊക്കെ അകത്തേക്ക് കൊടുത്തിട്ട് കേർട്ടനിൽ തുടച്ചതും സോഫയിൽ തുടക്കുന്നതും അവിടെ പൊടിച്ചിട്ടും അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കണ്ടതാണ്. അപ്പം എല്ലാവരുടെയും ഒരു സ്വപ്നമാണല്ലോ വീട്. അത് എന്തായാലും അന്ന് കുറച്ചൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. പക്ഷെ കൂടുതലും നാശമാകുമ്പോൾ അത് ക്ലീൻ ആക്കാൻ നമുക്ക് വെള്ളം കൂടി ഇല്ലെങ്കിൽ ആളുകളെ കിട്ടുന്നില്ല. എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് ഓഡിറ്റോറിയം ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്നാണ്. അതുപോലെ തന്നെ ഇനി അടുത്തത് ഇവിടെ നമുക്ക് സബ്ജക്റ്റിലോട്ട് കിടക്കാം. ഓഡിറ്റോറിയം കൊണ്ടുള്ള ഗുണങ്ങൾ ഞാൻ വേറെയും പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ ഇതിപ്പോൾ പാല് കാച്ചല്ല കേട്ടോ, ചായ ഉണ്ടാക്കുകയാണ്. അടുപ്പത്ത് എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ. അടുപ്പ് കത്തിക്കാൻ നോക്കിയപ്പം പുകക്കോയിലിൽ എന്തൊക്കെയോ സംഭവങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചു ഇതാണ് കുറച്ചും കൂടെ നല്ലതെന്ന്. പിന്നെ നമ്മുടെ വീട്ടിൽ കുറച്ചുകൂടി അറ്റകുറ്റപ്പണികൾ ബാക്കിയുണ്ട്. അത് ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ പാല് കാച്ചാൻ വെക്കട്ടെ, പാല് കാച്ചിട്ട് അതിൽ ചായ ഉണ്ടാക്കാം കേട്ടോ. പാല് കാച്ചൽ പരിപാടി വേണ്ടാന്ന് നമ്മൾ വെച്ചതായിരുന്നു. പക്ഷേ വീട്ടുകാർക്കൊക്കെ എന്തെങ്കിലും ചായയെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു വയ്ക്കും. ഇക്കല്ല, എൻ്റെ ഉപ്പയും ബാക്കി എല്ലാവരും. അപ്പോൾ ഇക്കാക്കും എനിക്കാണെങ്കിൽ ഈ പാല് കാച്ചുന്ന പരിപാടി വേണ്ട, പാല് തിളച്ച് പുറത്തേക്ക് പോകുന്നത് നമുക്ക് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കിയതായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ചായ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. ചായ ഓൾറെഡി നമ്മൾ പുറത്ത് ചായയും സ്നാക്സും റെഡി ആക്കിയതാണ്. നമ്മൾ ചില ആചാരങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ നമ്മളായിട്ട് തന്നെ വേണ്ടെന്ന് നോക്കണം. നമുക്ക് നല്ലതെല്ലാം തോന്നുകയാണെങ്കിൽ വേണ്ടെന്ന് നോക്കണം. അപ്പോൾ ചിലപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ പലർക്കും ഇഷ്ടമുണ്ടാവില്ല. പക്ഷേ ഞങ്ങൾ ചായ ഉണ്ടാക്കി. പാല് തിളച്ച് പോകാൻ നിന്നില്ല, അതിൽ ചായ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പാല് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് എല്ലാവരും കൂടി. നമ്മൾ വീട്ടിൽ കാണുമ്പോൾ പുറമേ നിന്ന് കാണുമ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ല, എല്ലാം സെറ്റായിട്ടുണ്ട്. പക്ഷേ ടൈല് പോയിൻ്റ് ചെയ്യാനുണ്ട്, കിച്ചണിൽ കുറച്ച് സാധനങ്ങൾ കൂടി വെക്കാനുണ്ട്, പിന്നെ സ്റ്റൗവ് ബേണർ ഒക്കെ ഒന്നും കൂടി റെഡിയാക്കാനുണ്ട്. അതിൻ്റെ ഒക്കെ കുറച്ചുകൂടെ ടീമുകൾ, പല ബ്രാൻഡുകളല്ല, അപ്പോൾ അതിൻ്റെ ഒക്കെ ടീംസ് വന്നിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനുണ്ട്, കുറേ സെറ്റിങ് വെക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഹൗസ് വാമിങ് കഴിഞ്ഞ് ഇപ്പം 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലാറ്റ് നമുക്ക് ഈ മാസം മുഴുവനുണ്ട്. അപ്പം അവിടേക്ക് മാറിയിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതെന്തുകൊണ്ടെന്നുള്ള റീസൺ പറഞ്ഞുതരാം. ഇക്കാക്ക് ഇപ്പം ലാസ്റ്റ് കീമോ 3 ആഴ്ച കൂടുമ്പോൾ കീമോ ഇല്ലേ, ഇപ്പോൾ 1.5 മാസമായിട്ട് ഇക്ക കീമോ ചെയ്തിട്ടില്ല. കീമോ അത്യാവശ്യം ഡിലേ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും നമ്മൾ റിസ്ക് എടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് കീമോ ചെയ്യാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കീമോ ചെയ്ത് കഴിഞ്ഞാൽ ഇക്കാക്ക് ഒരു 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്സ് റെസ്റ്റ് എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ റെസ്റ്റ് എടുക്കൽ നമുക്ക് ഹൗസ് വാമിങ് ആകുമ്പോൾ നടക്കില്ലല്ലോ. അപ്പോൾ അത് ഹൗസ് വാമിങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേഗം കീമോ ചെയ്യണം. അങ്ങനത്തെ ഒരു ഇതുണ്ട്. നമ്മൾ പേഴ്സണൽ കാര്യം കൂടി നോക്കണമല്ലോ ഓരോ കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കുമ്പോൾ. അതുകൊണ്ടാണ് നേരത്തെ തന്നെ വെച്ചത്. ഞാനിത് പറയേണ്ടെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ ചിലർക്കൊക്കെ നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ ചോദിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കുറേ കാരണങ്ങളുണ്ടാവും നമുക്ക്, ചിലത് നമുക്ക് പറയാൻ പറ്റാത്ത കാരണങ്ങളുണ്ടാവും. ഇനി ഈ ഒരു വീഡിയോയിൽ കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി കാണാം. ഇത്രയും നല്ല ചടങ്ങുകളൊക്കെ നടക്കുന്ന സമയത്ത് വേറൊരു കാര്യം കൂടി കാണാം. പക്ഷെ കുറേ ആൾക്കാരത് നമ്മുടെ വീട്ടിലെ ഗസ്റ്റുകൾക്കൊന്നും അതൊന്നും അറിയില്ല. ചിലപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോഴായിരിക്കും അറിയുന്നുണ്ടാവുക. ഓക്കെ, അപ്പം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അതിനെ പറ്റിയിട്ട് പറയാം. ശരിക്കും എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഈ ഹൗസ് വാമിങ്ങിനേക്കാളും കൂടുതൽ പറയുന്നത് കുറേ വേറെ കാര്യങ്ങളാണെന്നല്ലേ. ആ ഒരു സന്തോഷ നിമിഷങ്ങൾ പോകുന്നുണ്ടോ എന്ന് സംശയം. നിങ്ങളെന്തായാലും വീഡിയോ നന്നായിട്ട് കാണും. നമുക്ക് സംസാരത്തിനേക്കാളും കൂടുതൽ ആളുകൾക്ക് ഒരു വ്ളോഗർ എന്ന നിലയ്ക്ക് കുറച്ച് നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളും ഒക്കെ പറയണമെന്ന് തോന്നുന്നുണ്ട്.
കാരണം കഴിഞ്ഞ വീഡിയോയിൽ കുറേ കമൻറ്റ്സ് ഉണ്ട്. ഞാൻ ഒന്നിനും റിപ്ലൈ കൊടുത്തിട്ടില്ല. എനിക്കത് ഒരിക്കലും എനിക്ക് സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളല്ല. കാരണം അത് അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെള്ളം ഇല്ലെങ്കിൽ എനിക്ക് വെള്ളം അടിച്ചിട്ട് ആക്കിക്കൂടെ, വീട് കാണാനല്ലേ ആൾക്കാർ വരുന്നത് എന്നൊക്കെ. നമ്മൾ വീടും കാണിക്കുന്നുണ്ട്, ഫുഡ് മാത്രമാണ് ഓഡിറ്റോറിയത്തിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് വീട്ടിലോട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഇവൻറ്റിന് മൊത്തത്തിൽ ഒരൊറ്റ ആളും നെഗറ്റീവ് പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും നല്ല സൗകര്യമായി. ഭക്ഷണമാണെങ്കിൽ അടിപൊളി, ഇവൻ്റ് ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്തു. ഞങ്ങളൊക്കെ ആണെങ്കിൽ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. അതിന് ഗസൽ ഇവൻറ്റ്സ് ആൻഡ് കാറ്ററേഴ്സിന് വലിയൊരു അപ്രീസിയേഷൻ നമ്മൾ കൊടുക്കുക വേണം കേട്ടോ. വീട്ടിൽ കുറേ ഹോസ്റ്റിംഗ് ഗേൾസൊക്കെ ഉണ്ടായിരുന്നു. അവർ ബാക്കി കാര്യങ്ങളൊക്കെ, കാരണം നമ്മൾ ബെഡ്ഷീറ്റ്സൊക്കെ നന്നായിട്ട് ഇട്ടിട്ടുണ്ടോ, സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടോ, അങ്ങനെയൊക്കെ നോക്കണ്ടേ, അതൊക്കെ അവരെ നോക്കിയത്. അതുകൊണ്ട് ഒരു അഴുക്കും ഉണ്ടായിരുന്നില്ല. അതാണ് മെയിൻ തിങ്. നമ്മൾ വീടധികം വൃത്തികേടായിട്ടില്ല. ഓക്കെ, ഒരു ഹൗസ് വാമിങ് കഴിയുന്നതോട് കൂടിയിട്ട് വീട് വൃത്തികേടാവുമല്ലോ, അതൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഗസൽ ഇവൻറ്റ്സ് ആൻഡ് കാറ്ററേഴ്സാണ് അതൊക്കെ നമുക്ക് അതിനൊക്കെ സഹായിച്ചത്. ഇതൊരിക്കലും കൊളാബറേഷൻ പ്രൊമോഷനായിട്ട് പറയല്ല. എനിക്ക് നിങ്ങൾക്ക് ബെസ്റ്റ് സജസ്റ്റ് ചെയ്ത് തരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ഇവൻറ്റ്സിനായിട്ടും ഇവരെ കോൺടാക്റ്റ് ചെയ്യാം. ഒരുപാട് ഇവൻറ്റ്സ് ഇവർ ചെയ്തതാണ്. എബോവ് 5000 ആൾക്കാർക്ക് വരെയുള്ള സർവീസ് ഇവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഇവൻറ്റ്സൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും ഞാൻ ഡീറ്റെയിൽസൊക്കെ കൊടുക്കാം. പിന്നെ എനിക്ക് ഈ ഒരു ഹൗസ് വാമിങ്ങിന് കുറേ നമ്മുടെ വ്യൂവേഴ്സിൽ നിന്ന് ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഓരോന്നോരോന്നായിട്ട് ഞാൻ ഇട്ട് തരാം കേട്ടോ. കുറേ ഗിഫ്റ്റുകളുണ്ട് കേട്ടോ. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. ഞാൻ വീണ്ടും പറയും അത്, കാരണം അതൊക്കെ കിട്ടാനും ഒരു ഭാഗ്യം വേണ്ടേ. എല്ലാവർക്കും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ലല്ലോ അതൊന്നും. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വീട്ടുകാരെക്കാളും കൂടുതൽ എനിക്ക് നമ്മുടെ വ്യൂവേഴ്സിൽ നിന്നാണ് എനിക്ക് ഗിഫ്റ്റുകൾ വന്നിട്ടുള്ളത്. അത് വീട്ടുകാർ തന്നില്ല എന്നല്ല കേട്ടോ. നമുക്ക് സത്യം പറയണമെങ്കിൽ എനിക്ക് ഗിഫ്റ്റിൽ താല്പര്യമില്ല. പക്ഷേ എൻ്റെ വ്യൂവേഴ്സിൽ നിന്ന് എനിക്ക് ഒത്തിരി പേര് അയക്കുന്നുണ്ട്, അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അയക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അതൊക്കെ കൂടുതൽ ഉമ്മമാർ അവരുടെ മക്കളോട് പറയുന്നുണ്ട്, ഐഷക്ക് നിങ്ങൾ അയച്ചു കൊടുക്കണം, അങ്ങനെ സന്തോഷമുള്ള കാര്യമാണ്. അൽഹംദുലില്ലാ. ഇവരാണ് ഗസൽ ഇവൻറ്റ്സ് ആൻഡ് കാറ്ററേഴ്സിൻ്റെ ആൾക്കാർ കേട്ടോ. ഇതാണ് ഗസൽ. അപ്പം അവർ നമ്മുടെ ഇവൻറ്റിനെ പറ്റിയൊക്കെ പറയുമായിരുന്നു. അപ്പോൾ നമുക്ക് ഫുഡ് അറേഞ്ച് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്, ഫുഡിൻ്റെ കൗണ്ടർ സെറ്റ് ആക്കിയിട്ടുണ്ട്, അറബിക് ബൊഫേ ആണ് റെഡിയാക്കിയിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞു. അത് ഓഡിറ്റോറിയത്തിലാണ്. അപ്പം അവിടേക്ക് കുറച്ച് പേര് പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് പറയുമായിരുന്നു. പിന്നെ നമ്മുടെ രണ്ട് കിച്ചണിൻ്റെ വീഡിയോസൊക്കെ ഞാൻ പതിയെ ഞാൻ ഇട്ട് തരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഒന്നും സെറ്റാക്കിയിട്ടില്ല, പാത്രങ്ങളൊന്നും വെച്ചിട്ടില്ല. കാരണം നമുക്ക് ഇനി ഒരു 1 വീക്ക് അവിടെ നമ്മൾ കൊടുക്കണം. തിരിച്ച് നമ്മൾ വീട്ടിൽ എന്തെങ്കിലും സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതും എടുത്ത് മാറ്റണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പാത്രങ്ങളൊന്നും വെച്ചിട്ടില്ല. കിച്ചൺ ഒന്നുകൂടെ റെഡിയാക്കാനുണ്ട്. പോയിൻറ്റിങ്ങൊക്കെ, ടൈലിൻ്റെ പോയിൻറ്റിങ്ങും കിച്ചൺ ബെഡ്റൂംസിലെ ബാത്റൂംസും ഒക്കെ റെഡിയാക്കാനുണ്ട്. ടൈലിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, ഒക്കെ റെഡിയാക്കിയിട്ട് വേണം നമുക്കൊന്നുകൂടെ ഇതൊന്ന് കയറിയിരിക്കാൻ, കുക്കിങ്ങൊക്കെ കാര്യമായിട്ട് തുടങ്ങാനൊക്കെ കേട്ടോ. ഇക്കാൻ്റെ എളാപ്പ, എളിയമ്മ, അമ്മായി, അങ്ങനെയുള്ള എല്ലാവരുമാണ് കേട്ടോ. എന്തായാലും എൻ്റെ ഫാമിലിയിൽ നിന്നാണെങ്കിലും ഇക്കാൻ്റെ ഫാമിലിയിൽ നിന്നാണെങ്കിലുള്ള സപ്പോർട്ട് ഉണ്ടല്ലോ, അത് ഭയങ്കരം തന്നെയാണ്. അത് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്. എന്നും അതുപോലെ തന്നെ ആവട്ടെ, നിലനിർത്തി തരട്ടെ, ആമീൻ. പിന്നെ എല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ സൗണ്ട് പോയിട്ടുണ്ട്, അറിയാലോ. ഹൗസ് വാമിങ് കഴിഞ്ഞാൽ എല്ലാവരുടെയും സൗണ്ട് അങ്ങനെ തന്നെ ആവും. പക്ഷേ അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇവൻറ്റ് മാനേജ് ചെയ്യുന്ന ആൾക്കാരുണ്ടായതുകൊണ്ട് തന്നെ എന്തോ എനിക്ക് അത്ര ബഹളമായിട്ടൊന്നും തോന്നിയില്ല ഒന്നും കേട്ടോ. എല്ലാം നല്ല അടിപൊളിയായിട്ട് നടന്നു. പിന്നെ ഇത് എൻ്റെ ഒരു എളാപ്പൻ്റെ പേരക്കുട്ടിയാണ് കേട്ടോ. പിന്നെ ഭക്ഷണം കഴിക്കാൻ കുറേശ്ശെ ആൾക്കാർ പോകുന്നുണ്ട്. പിന്നെ നമുക്കാണെങ്കിൽ ഫസ്റ്റ് തന്നെ ഭക്ഷണം കഴിക്കാൻ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന കുറച്ച് ഗസ്റ്റുകളെ സ്വീകരിച്ചു. അതായത് കുറേ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, എങ്ങനെ ഓഡിറ്റോറിയം, ഹൗസ്, അങ്ങനെ എങ്ങനെ വീട് കാണൽ എങ്ങനെ നടത്തുക എന്നുള്ളത്. നമ്മളെ വീട്ടിൽ ഹോസ്റ്റിംഗ് ഗേൾസായിട്ട് കുറച്ച് ആൾക്കാരുണ്ട്. പിന്നെ എൻ്റെ ഇക്കാൻ്റെ ഉമ്മാക്ക് പിന്നെ ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഉമ്മ ഇവിടെ തന്നെയായിരുന്നു. പിന്നെ വീട്ടിൽ വേറെ ആളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവരെല്ലാവരും ഇവിടെ നിന്നു, നമ്മളെല്ലാവരും കൂടി പോയി. അങ്ങനെ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല, ഇവരെല്ലാവരും പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പോയത്. അപ്പോഴേക്കും ആളുകൾ വരുമല്ലോ. പിന്നെ എൻ്റെ നാത്തൂമാർ, അതായത് ഇക്കാൻ്റെ സിസ്റ്റേഴ്സും എൻ്റെ ബ്രദറിൻ്റെ വൈഫ്, എൻ്റെ അനിയത്തി, ഉമ്മ, അങ്ങനെ. അപ്പോൾ നമ്മളെ ഫാമിലീസിന്, എൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാരെ നോക്കാൻ എൻ്റെ ഫാമിലിയിലത്തെ ആൾക്കാരുണ്ട്, ഇക്കാൻ്റെ ഫാമിലിയെ നോക്കാൻ ഇക്കാൻ്റെ ഫാമിലിയിലത്തെ ആൾക്കാർ, അത് ഇവിടെയും അവിടെയും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ മതിയാവും. ആർക്കും ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്, നല്ല രീതിയിൽ ചെയ്തു എന്ന്. ഫുഡൊക്കെ നല്ല അടിപൊളിയായിട്ട് പറഞ്ഞു. പിന്നെ അതിലപ്പുറം എന്ത് സന്തോഷം, എന്താ പറയുക, നല്ല സന്തോഷമല്ലേ.
പിന്നെ അങ്ങനെ പിന്നെ വീഡിയോ ഫോട്ടോസൊക്കെ എടുത്ത് ഇതിൽ കുറേ പേർക്ക് വരാൻ പറ്റിയിട്ടില്ല കേട്ടോ, പല പല സാഹചര്യങ്ങളാൽ. എന്താ പറയുക, ഹൗസ് വാമിങ്ങിന് കുറേ ആഗ്രഹിച്ച് കുറേ ആൾക്കാരുണ്ട്, അവർക്കൊന്നും വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിനൊക്കെ ഓരോ വിധി ഉണ്ടാവും, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ എത്ര വിചാരിച്ചിട്ടും അതിൽ കൂടണം നമ്മൾ നിർബന്ധം വെച്ചിട്ട് കാര്യമില്ല. ഇത് നമ്മളെ നന്ദിലത്ത് ജി മൊബൈൽസിലെ IT മാനേജറാണ്. അവരെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൾ എപ്പോഴും നമ്മളെ വീഡിയോസ് കാണുന്ന ആളാണ്. അപ്പം ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഒരുപാട് ആൾക്കാരൊന്നും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല, വളരെ കുറച്ച് വേണ്ടപ്പെട്ടവർ മാത്രമേ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളൂ പുറത്തുനിന്ന്. അപ്പോൾ അതിലൊരാളാണ് ഹാഷ്മി മഷൂർ, അറിയുന്നുണ്ടാവും. നമ്മുടെ വീഡിയോസിൽ ഞാൻ ഒരു ഗിവ് അവേ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ഗിഫ്റ്റാണ് അവർ തന്നത് കേട്ടോ. ശരിക്കും ഞാൻ അങ്ങനെ വലിയ ഗിഫ്റ്റൊന്നും ഞാൻ അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല ആരുടെ അടുത്തൊന്നും. അപ്പോൾ ശരിക്കും ഞങ്ങളെല്ലാവരും ഞെട്ടിപ്പോയി. ഐപാഡാണ്. എന്താ പറയുക, സന്തോഷം കൊണ്ട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അപ്പം ഇതാണ് നമ്മൾ പുറത്തുനിന്ന് വന്നവരിൽ എനിക്ക് ഫസ്റ്റ് കിട്ടിയൊരു ഗിഫ്റ്റ്. പിന്നെ കുറേ ഗിഫ്റ്റ് എൻ്റെ വീട്ടിൽ നിന്ന് കുറേ, എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ നിന്നൊക്കെ കുറേ ഗിഫ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇനി തുറക്കാൻ കിടക്കുന്നുള്ളൂ. എന്തായാലും ഗിഫ്റ്റുകൾ നമുക്ക് വേണ്ട, പക്ഷെ എന്നാലും തരുമ്പോൾ അത് നമ്മളോട് അത്രയും അടുത്ത ആൾക്കാർ തരുന്നില്ലേ, അപ്പോൾ അതൊരു സന്തോഷം തന്നെയാണ്. പിന്നെന്താ, അപ്പോൾ ഞങ്ങൾ എന്നെയും മക്കളെയും ഒരുമിച്ചുള്ള വീഡിയോസ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോഗ്രാഫി ടീം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അത് വീഡിയോഗ്രാഫിയും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഗസൽ ഇവൻറ്റ്സ് ആൻഡ് കാറ്ററേഴ്സ് ആണ്. വീഡിയോഗ്രാഫീൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കട്ടെ. അവരൊക്കെ നല്ല ആത്മാർത്ഥമായിട്ട് നമ്മൾക്കിങ്ങനെ നമ്മളെ കൂടെ നിന്നിട്ട് എന്നെ ഇക്കാനെയും മക്കളെയൊക്കെ ഒരുമിച്ച് കൂട്ടാൻ അവർ പെടുന്നൊരു പെടാപ്പാട് അത് കുറച്ചൊന്നുമല്ല കേട്ടോ. ഞങ്ങളധികം വീഡിയോസിൽ കിട്ടിയിട്ടുണ്ടാവില്ല, ഒരുമിച്ച് അങ്ങനെ വീഡിയോ കിട്ടുന്നില്ല. അപ്പോൾ കുറേ നിർബന്ധിച്ചിട്ട് അങ്ങനെ നിൽക്കുവാണത്. അവിടെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് നമ്മൾ ഓരോ ആവശ്യങ്ങൾക്കായിട്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ ചിരിക്കാനും നടക്കാനൊക്കെ പറയുന്നത് ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അതൊക്കെ നടക്കുന്നത് കല്യാണത്തിൻ്റെ സമയത്ത് അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ചിരി വരുന്നില്ല അങ്ങനെ. പിന്നെ ഞങ്ങൾ ഞാനും എനിക്കും കൂടി ഫുഡ് കഴിക്കാൻ പോവുകയാണ്. നമ്മൾ ഓഡിറ്റോറിയം കാണണ്ടേ, ഫുഡ് സെറ്റപ്പ് കാണണ്ടേ, അങ്ങനെ. അപ്പം പിന്നെ 2 സെക്യൂരിറ്റീസിനെ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ വീടിൻ്റെ അവിടെയും ഒന്ന് ഇവിടെയും, 2 ഇവിടെയും 2 അവിടെയും. അവിടെ വരുന്നവർക്ക് പാർക്ക്. പിന്നെ അടുത്തൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രയും പേർക്കുള്ള പാർക്കിംഗ് സൗകര്യം നമ്മളെ വീട്ടിൽ എന്തായാലും ഇല്ല. 600 പേർക്കൊക്കെ ഒരുമിച്ച് വന്നിട്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം. അപ്പോൾ ഓഡിറ്റോറിയം ആയതുകൊണ്ട് തന്നെ പകുതിയില്ല ആ ഒരു ബുദ്ധിമുട്ട് വന്നില്ല. എല്ലാവർക്കും പാർക്കിംഗ് സൗകര്യം ഉണ്ടായി, ഫുഡിനാണെങ്കിലും പ്രശ്നമില്ല, കുറേ റിലാക്സ് ചെയ്യാനുള്ള സമയം ഉണ്ടായി, എല്ലാം കൊണ്ടും ഓക്കെ ആയിരുന്നു കേട്ടോ. ശരിക്കും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഞാനിപ്പം ആരുടെയും സപ്പോർട്ട് ചെയ്യില്ല, പറ്റുമെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് ഈ ഓഡിറ്റോറിയത്തിൽ നമ്മൾ ഹൗസ് വാമിങ് വെക്കുന്നത്, കുറച്ച് അടുത്താണെങ്കിൽ കേട്ടോ. അപ്പം ഇനി നമുക്ക് ഫുഡിലോട്ട് കിടക്കാം. ഡെസേർട്സിൽ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. കാണുമ്പോൾ അറിയാലോ, എനിക്ക് ഓരോത്തിനും പേരൊന്നും അറിയില്ല. ഞാൻ തന്നെ പറഞ്ഞു കൊടുത്താണ്, കാരണം കുട്ടികൾക്കൊക്കെ കൂടുതലും ഇഷ്ടം പാസ്ട്രീസും ബ്രൗണി ചോക്ലേറ്റും ഐസ്ക്രീമും അങ്ങനത്തെ ഐറ്റംസാണ്. പിന്നെ വലിയവർക്കും അങ്ങനത്തെ ബക്ലാവ, അതുപോലെ ക്യാരറ്റ് ഹൽവ, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നമുക്ക് മെയിൻ കോഴ്സിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ഐറ്റംസ് കാണാം കേട്ടോ. പിന്നെ നമ്മുടെ വ്യൂവേഴ്സിനെ വിളിക്കാത്തതിൽ ഒത്തിരി സങ്കടമുണ്ട്, പക്ഷേ അതെനിക്ക് പോസിബിൾ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ വിളിക്കാത്തത്. പിന്നെ പറയാതിരുന്നതിന് കാരണങ്ങളും കുറേ ഉണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ എന്നുള്ള സംശയം കൊണ്ടാണ് പറയാഞ്ഞത്. പിന്നെ വീട് കാണുമ്പോൾ പലരും പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും എനിക്ക് വലിയ പബ്ലിസിറ്റി വീട്ടിൽ താല്പര്യമില്ല. കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ സിറ്റുവേഷൻ അറിയുന്നവർക്ക്, അതുപോലെ എൻ്റെ സിറ്റുവേഷൻ അറിയുന്നവർക്കും, പിന്നെ എൻ്റെ ഇക്കാൻ്റെ വീട്ടിലാണെങ്കിലും എൻ്റെ വീട്ടിലാണെങ്കിലും ഒരുപാട് പബ്ലിസിറ്റി കൊടുക്കുന്നത് അവർക്കൊന്നും താല്പര്യമില്ല. പിന്നെ എൻ്റെ ജോലി ഇതായതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോസ് ഇടുന്നു. എന്നാലും നമുക്കത് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ, വീടിങ്ങനെ ഒരുപാട് എടുത്ത് കാണിക്കുന്നതിൽ അത്ര താല്പര്യമില്ല. ഓക്കെ, അതുകൊണ്ടാണ്. ഒന്നും നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെ കുറേ ആൾക്കാരുണ്ടാവും എന്നറിയാം. അങ്ങനെ ഉണ്ടാവുന്നവർക്കേ എൻ്റെ സിറ്റുവേഷൻ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ കുട്ടൻ കാബരിയും ലഗോൺ ചിക്കൻ ബിരിയാണിയും കേത്തൽ ചിക്കനുമാണ് നമ്മുടെ മെയിൻ കോഴ്സ് കേട്ടോ. പിന്നെ സൈഡ് ഡിഷുകളും. ശരിക്കും ഈ ഒരു ഫുഡ് കാണുമ്പോൾ ഇപ്പം ഭയങ്കര വിശക്കുന്നു. കാരണം അന്നത്തെ ആ ഫുഡിൻ്റെ ടേസ്റ്റ്
വായിലിരിക്കുന്നുണ്ട്. കാരണം ഞാൻ ഈ ഓഡിറ്റോറിയത്തിൽ വന്ന പാടന്നെ ഓരോരുത്തരും വന്ന് പറയുന്നുണ്ടായിരുന്നു ഫുഡ് അടിപൊളിയാട്ടോ, അടിപൊളിയായിരുന്നു, കുട്ടൻ കാബിരി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ചിക്കൻ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നമ്മുടെ മീൽസിൻ്റെ കൂടെ ഒരു കറി ഉണ്ടായിരുന്നു, മീൻ കറി, ഓലി ഫ്രൈ, അതും ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ മെയിൻ ഫുഡ്. പിന്നെ കേച്ചൽ ചിക്കൻ ഫ്രൈ നല്ല ടേസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ്. കൂടുതലും ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് സാധാ ചോറിൻ്റെ കൂടെയുള്ള മീൻ കറിയും പിന്നെ കുട്ടൻ കാബിരിയുമാണ് ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ശരിക്കും ഞാൻ ടേസ്റ്റ് ചെയ്തൊക്കെ ഇപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഭവം. പക്ഷെ നമുക്ക് തന്നെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാവരെയും വന്നവരൊക്കെ നമ്മൾ വെൽക്കം ചെയ്തു. കുറേ ആൾക്കാർ അപ്പം കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പം വന്നവരിൽ കുറേ പേര് ഇതിലുണ്ടാവില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാമറ വീഡിയോഗ്രാഫി ഹാൻഡിൽ ചെയ്യാൻ വേറെ ആളുണ്ടായിരുന്നു. പിന്നെ എനിക്ക് യൂട്യൂബിലോട്ട് വീഡിയോ എടുത്ത് തരാൻ വേറെ ആളുണ്ടായിരുന്നു. ഇതിപ്പോൾ എനിക്ക് യൂട്യൂബിലോട്ട് വീഡിയോ എടുത്തുന്ന ആളുടെ വീഡിയോ ആട്ടോ. അപ്പോൾ ആൾ ഇടയ്ക്ക് വെച്ച് പോയിട്ടുണ്ടായിരുന്നു. ബാക്കി പിന്നെ ഞാനാണ് എടുത്തത്. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് ക്ലിപ്സ് മിസ്സിങ് ആണ്. അത് മറ്റേ വീഡിയോയിലുണ്ടാവും കേട്ടോ. അത് മൊത്തത്തിൽ കവർ ചെയ്തിട്ടുള്ള വീഡിയോഗ്രാഫി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ പറഞ്ഞു കുഴപ്പമില്ല എന്നുള്ളത്. ഓക്കെ, എന്തായാലും മാക്സിമം എല്ലാവരെയും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം വീട്ടുകാർക്കൊന്നും, ചില ആൾക്കാർ കല്യാണ ഫംഗ്ഷനൊക്കെ വെക്കും കേട്ടോ, അതിൽ അവർ മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ആരും ഉണ്ടാവില്ല. ഒരാളെ പോലും കാണിക്കൂല. എനിക്കതിലൊട്ടും ഞാൻ യോജിക്കുന്നില്ല. കാരണം എല്ലാവരും, പ്രായമായവരും എല്ലാവരും വേണം, എന്നാലേ നമ്മുടെ ഒരു കുടുംബം ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം പങ്കെടുത്ത എല്ലാവരെയും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. എല്ലാവരും അവരവരുടെ മുഖം കാണാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ വീഡിയോ കാണുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരെയും ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവർ ഇക്കാൻ്റെ കാരണവന്മാർ പെട്ടതാണ് കേട്ടോ. അപ്പോൾ അവർ എന്നെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ആൾക്ക്. നമ്മളെ ഇവൻറ്റ് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു, ഫുഡ് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും ഫുഡിനെ പറ്റിയിട്ട് പറയാത്തവരില്ല, എല്ലാവരും അതെന്നെ പറയുന്നു. അപ്പം ഞാൻ കൂടെ നിൽക്കുന്നത് ടീമിലെ ഗസലാണ്. അപ്പം ആൾക്കും ഭയങ്കര സന്തോഷമായി. അപ്പം ഞാൻ ഫുഡ് കഴിക്കാൻ വരുന്നേ ഉള്ളൂ. അപ്പോൾ ആ സമയത്താണ് ഇതൊക്കെ കേൾക്കുന്നത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഉപ്പ കുറേ പറഞ്ഞു ഫുഡിനെ പറ്റിയിട്ട്, നന്നായിട്ടുണ്ട്, അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു. എന്തായാലും എല്ലാവർക്കും നല്ല അഭിപ്രായം വന്നുകൊണ്ട് തന്നെ എനിക്കും സന്തോഷം. നമ്മൾ ഫുഡ് മോശമായിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ മോശമായി പോകുമല്ലോ. അതുപോലെ തന്നെ എൻ്റെ ഡ്രസ്സിൻ്റെ ഫോട്ടോസ് അവിടുന്ന് ഇവിടുന്നൊക്കെ കണ്ടിട്ട് കുറേ ആൾക്കാർ അതും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നമ്മുടെ ഹൗസ് വാമിങ്ങിനായിട്ട് ഓവറായിട്ട് ഒന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല, നോർമലായിട്ട് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി കുറച്ച് എന്തെങ്കിലും കുറഞ്ഞാലും കുഴപ്പമില്ല എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ പഠിച്ചോളം എനിക്ക് എല്ലാം നല്ല അടിപൊളിയാക്കി തന്നു. അതാണ് എനിക്കൊരു അത്ഭുതം. അത് എന്താ പറയുക, അൽഹംദുലില്ലാ, അതേ പറയാനുള്ളൂ. പിന്നെ ഇക്ക കഴിഞ്ഞ ദിവസം മുതൽ, അതായത് ഹൗസ് വാമിങ്ങിൻ്റെ തലേ ദിവസം മുതൽ നന്നായിട്ട് ഓടുന്നുണ്ടായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നടക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഭയങ്കര ടയേർഡായിരുന്നു. അപ്പോൾ ഞാൻ ഇക്കാനോട് ഉറങ്ങാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇക്കാക്ക് 1-2 മണിക്കൂർ ഉറങ്ങിയിട്ടുള്ളൂ. ഇക്കാക്ക് ഉറക്കക്കുറവ് ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഏർലി മോർണിംഗ് തന്നെ വെക്കാത്തത്. അതൊരു റീസണാണ്. പിന്നെ നിസ്കാരം പള്ളിയിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളത് വെക്കാഞ്ഞത്. അതുകൊണ്ടാണ് 10 മണിക്ക് എല്ലാവരും ഉറങ്ങിയിട്ട് എണീറ്റിട്ട് വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ തലേ ദിവസം ഉറക്കക്കുറവ്, രാവിലെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നല്ലോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം ഫുഡ് കഴിക്കാൻ വന്നിട്ടോ ആൾ. കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് സീനായിരുന്നു. അത് ഞാൻ അറിയുന്നില്ല അതൊന്നും കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ ആദ്യം വിചാരിച്ചു അതൊന്നും കൊടുക്കണ്ട വീഡിയോയിലെന്ന്, അതൊന്നും പറയണ്ടെന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ വിചാരിച്ചു, ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വ്ളോഗിൽ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ശരിക്കും അത് കൊടുക്കണം, എന്നാലേ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ എൻ്റെ സിറ്റുവേഷൻ എന്താണ്, ഇക്കാൻ്റെ സിറ്റുവേഷൻ എന്താണ്, നമ്മളെ ഈ ഒരു ഇവൻ്റ് എന്താണെന്നൊക്കെ. അല്ലെങ്കിൽ പിന്നെ വീണ്ടും എനിക്ക് നെഗറ്റീവ്സ് എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഞാനതൊന്നും ബോദർ ചെയ്യില്ല നെഗറ്റീവ്സ്. കാരണം എന്നെ ബാധിക്കുന്നത് മാത്രം ഞാൻ ബോദർ ചെയ്താൽ മതിയല്ലോ. പക്ഷേ വെറുതെ എന്തിനാ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർ. അപ്പോൾ പിന്നെ നമുക്കതിനുള്ള റിപ്ലൈ പറയുന്നതിലും നല്ലത് നിങ്ങൾക്ക് നമ്മളുടെ യഥാർത്ഥമായിട്ടുള്ള നടന്നത് കാണുന്നതല്ലേ. ഞങ്ങൾ മാക്സിമം എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് പേര് നമ്മൾ മറന്നു പോയതാണ്. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ 2 ദിവസം കൊണ്ട് നമ്മൾ ഹൗസ് വാമിങ് ഡേറ്റ് കൺഫേം ആക്കിയത്. ഒരാഴ്ചയും കൂടിയുള്ള വർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഏകദേശം കംപ്ലീറ്റ് ആക്കിയിട്ട് ചെയ്യാനുള്ള റീസൺ ഞാൻ പറഞ്ഞല്ലോ, ഇക്കാൻ്റെ കീമോ ഡിലേ ആയതുകൊണ്ടാണ്. പെട്ടെന്നാണ് ഹൗസ് വാമിങ് ഏകദേശം ഒന്ന് പൂർത്തീകരിച്ച് നമുക്ക് ബാക്കി പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആക്കി വെച്ചത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം 1-2 ദിവസം കൊണ്ട് നമ്മൾ മാക്സിമം എല്ലാവരും വിളിച്ചത്. അതിനിടയ്ക്ക് കുറേ പണികളും ബാക്കിയുണ്ടായിരുന്നു, സാധനങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് കുറച്ച് പേരെ വിട്ടുപോയി, പ്രധാനപ്പെട്ട കുറച്ച് ആൾക്കാരെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, എൻ്റെ ഉമ്മാൻ്റെ ഫാമിലിയിൽ നിന്നും ഇക്കാൻ്റെ ഫാമിലിയിൽ നിന്നും. അപ്പോൾ അത് മിസ്റ്റേക്കാണ്, പക്ഷേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ.
അതുപോലെ തന്നെ ഞങ്ങളെ ഫ്ലാറ്റിൻ്റെ ഓണറിനെയും വിളിക്കാൻ വിട്ടുപോയി. അത് എന്താ പറയുക, പെട്ടെന്ന് ഞങ്ങൾക്ക് ഓർമ്മയുണ്ടായിരുന്നു, പക്ഷെ അത് വിട്ടുപോയി. അതായിരിക്കും നമ്മൾ പറയുമല്ലോ, നമ്മളൊരു പരിപാടി നടത്തുമ്പോഴേ നമുക്ക് അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. പലരും പറയാറുണ്ട്, എന്നെ വിളിച്ചില്ല, എന്നെ അവർ മറന്നു, അങ്ങനെ മറന്നു, ഇങ്ങനെ മറന്നു. ഞാനും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മൾ ആ സിറ്റുവേഷനിൽ എത്തുമ്പോഴേ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അങ്ങനെ നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ ഇവൻറ്റ് ചെയ്യുന്നത് ഗസൽ ഇവൻറ്റ്സ് ആൻഡ് കാറ്ററേഴ്സ് ആണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ അവിടെ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഗസ്റ്റുകൾ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വന്നപാടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു മട്ടൻ കാബിന് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. അപ്പോൾ ഇക്കും വന്ന് പറഞ്ഞു മട്ടൻ കാബിന് വലിയ കുട്ടൻ കാബി, ബീഫല്ല കുട്ടൻ കാബി. അപ്പോൾ അതന്നെ നമ്മൾ ഇട്ടിട്ടുള്ളത്. സത്യം പറയാലോ, ബീഫൊക്കെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഫ്ലേവറ്, ഞാൻ ഫസ്റ്റ് ടൈമാണ് കാബിരി കഴിക്കുന്നത് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ കേറ്റൽ ചിക്കന്. അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഇവരുടെ ആ ഒരു എന്താ പറയുക, ഒരു കോർഡിനേഷൻ, അതുപോലെ നമ്മളുടെ ഓരോ കാര്യങ്ങളും ഈ ഒരു ഇവൻറ്റ് വരാണ് ഫുള്ളായിട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ. അപ്പോൾ സ്റ്റാർട്ടിങ് ടു ഇതുവരെ ഇപ്പോൾ നമ്മളെ വീട്ടിൽ ഹൗസ് വാമിങ് ആയതുകൊണ്ട് തന്നെ ഹോസ്റ്റിംഗ് ലേഡീസ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും എടുത്ത് പറയേണ്ടത് എല്ലാം നന്നായിട്ട് അടിപൊളിയായിട്ട് സ്റ്റാർട്ടിങ് ടു ഇതുവരേക്കും നല്ല അടിപൊളിയായിട്ട് അവർ കോർഡിനേറ്റ് ചെയ്തു, റെഡിയാക്കി തന്നു. അതും നമ്മൾ വിചാരിച്ചതിനും അപ്പുറം റെഡിയാക്കി തന്നു. മാഷാ അല്ലാഹ്. ഹൗസ് വാമിങ് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഇവൻറ്റ്, നമ്മളുടേതായിട്ടുള്ള ഒരു ഇവൻറ്റ് നടത്തുന്നത്. ഒത്തിരി സന്തോഷമുണ്ട്. താങ്ക് യു ഗസൽ കാറ്ററേഴ്സ് ആൻഡ് ഇവൻറ്റ്സ്. മീൻകറി സ്പെഷ്യലാട്ടോ, അത് ടേസ്റ്റ് ഉണ്ടോ മീൻകറി? ഇത് ഏത് സ്റ്റൈലാ? അത് നമ്മുടെ കോഴിക്കോട്, നമ്മുടെ ഷെഫ് കോഴിക്കോടാണല്ലോ. ഓ, നമ്മള് മലപ്പുറം സ്റ്റൈലല്ല. അല്ലല്ല, പെട്ടെന്ന് എന്തോ വെഡിങ്ങിനൊക്കെ ഇങ്ങനെ തന്നെ ചെയ്യലുള്ളൂ. മുകളിട്ട് കൊടുക്കലില്ല. സാമ്പാർ തേങ്ങ അരച്ച കറി അല്ലേ? അതിന്റെ ഫ്ലേവർ തന്നെ തേങ്ങ അപ്പാണ് കിട്ടോടെ. എന്തോ ഈ കറിയിൽ എന്തോ ചേർത്തിരുന്നല്ലോ. വേറെ അഡീഷണൽ ചേർക്കുന്നു. അല്ല, എന്തോ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ട്. ഒന്നാം പാലം അല്ല, നല്ല ടേസ്റ്റ് ഉണ്ട് പറയാം. ആ ഡെസേർട്ട് നല്ലേ. വരി വരി വരി. എനിക്ക് തോന്നി വേണ്ട വേണ്ട, ഇത് മതി. താങ്ക് യു. ഇത് വേണ്ട വേണ്ട. അങ്ങനെ പിന്നെ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ വീട്ടിലോട്ട് പോവാം കേട്ടോ. ഇവൻ്റെ ഉപ്പാനും ഉമ്മാനും കൂടിയാണ് ഞാൻ വീട്ടിലോട്ട് പോകുന്നത്. ഇക്കനെ എവിടെയും കണ്ടില്ല. അപ്പോൾ വീട്ടിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട്സിനൊക്കെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം അത് വീഡിയോഗ്രാഫറുടെ വീഡിയോയിലുള്ളത്. എൻ്റെ ഫോണിൽ അത് ഉണ്ടാവില്ല. കാരണം മീൻസ് ഞാനപ്പോഴേക്കും വേറെ കാര്യത്തിൽ ബിസി. ഞാൻ പറഞ്ഞല്ലോ, ഉറക്കം എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അത് നമുക്ക് ഭയങ്കര സംഭവം തന്നെ. ഞാൻ പറയണത് എന്താ, ആളുകൾ എന്നോട് സംസാരിക്കുമ്പോഴേ എനിക്ക് എൻ്റെ മൈൻഡിൽ അത് കയറുന്നില്ല ഉറക്കക്കുറവുകൊണ്ട്. ഇവർ നമ്മുടെ ഫ്ലാറ്റിലെ നെയ്ബറാട്ടോ. പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീഡിയോസ് ഒത്തിരി ഇല്ലയെന്ന് തോന്നുന്നു. കാരണം അവർ വന്ന സമയത്ത് നമ്മുടെ മൊബൈലിൽ വീഡിയോ എടുക്കുന്ന ആൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ക്യാമറയിലുള്ള വീഡിയോയിലാണ് അവരുള്ളത് കേട്ടോ. അപ്പോൾ അവരത് കാണുവാണെങ്കിൽ അതിലുണ്ടാവും ഇൻഷാ അല്ലാ. ഓക്കെ, അത് ഞാൻ പറഞ്ഞല്ലോ, കുറേ പേര് ഇതിൽ മിസ്സായിട്ടുണ്ടാവും. പക്ഷേ മറ്റേ നമ്മുടെ മെയിൻ വീഡിയോയിലുണ്ടാവും ഇൻഷാ അല്ലാ. അത് റെഡി ആയിട്ട് ഞാൻ അത് ഷെയർ ചെയ്യേണ്ട കേട്ടോ. ഇതെൻ്റെ ഫോണിലെടുത്തതും അവരുടെ ഫോണിലെടുത്തതുമാണ്. ഈ ഗസൽ ഇവൻറ്റ്സ് ആൻഡ് കാറ്ററേഴ്സിനെ എനിക്ക് പരിചയപ്പെടുത്തുന്നത് ഫവാസ് ഡോക്ടറാണ്. ഇതാണ് ഫവാസ് ഡോക്ടർ, എൻ്റെ ഫ്രണ്ടാണ്. ആൾ എന്താ പറയുക, നമുക്ക് ഒരു ഫാമിലി ഫ്രണ്ടിനെ പോലെ തന്നെയാണ്. എൻ്റെ ഫ്രണ്ടാണ്, ഇപ്പോൾ എൻ്റെ ക്ലാസ്മേറ്റാണ്, പക്ഷേ ഫാമിലി ഫ്രണ്ടിനെ പോലെ തന്നെയാണ്. അപ്പോൾ ഇക്കാൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം ആൾക്ക് നന്നായിട്ട്. അപ്പോൾ ഇനി പറയാൻ പോകുന്ന കാര്യമാണ് ഒരു സ്പെഷ്യൽ കാര്യം. അപ്പം ഇക്കാക്ക് ഒട്ടും വയ്യായിരുന്നു. പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞപ്പം ഇക്കാക്ക് മൊത്തം പല ഭാഗത്തുനിന്നും വേദനയായിട്ട് ഞാനിതൊന്നും അറിയുന്നില്ല. ഇക്കാൻ്റെ ബ്രദറും സിസ്റ്ററും എല്ലാവരും കൂടി എന്തോ ബെഡിൽ കിടന്ന് എല്ലാവരും ഇതാക്കിയിരിക്കുന്നു. ഞാനവിടെ ഇങ്ങനെ എല്ലാവരോടും സംസാരിച്ചിരിക്കുക. പെട്ടെന്ന് ഞാൻ ഡോർ തുറന്നപ്പം എല്ലാവരും ഇങ്ങനെ കൂട്ടം കൂടെ നിൽക്കുന്നു. ഞാനാകെ, നമുക്കൊരു ടെൻഷനല്ലേ ഇത് കാണുമ്പോൾ. പിന്നെ ഇക്കാക്ക് എണീക്കാൻ വയ്യ, അങ്ങനത്തെ ഒക്കെ ഒരു ഇഷ്യൂ, എന്ത് പറ്റിയെന്നൊക്കെ ആയിപ്പോയി. അപ്പോൾ ഡോക്ടറോട് സംസാരിച്ച് ഏതായാലും പൾസൊക്കെ നോക്കി ആൾ
പൾസൊക്കെ കുറച്ച് കൂടുതലായിരുന്നു. അങ്ങനത്തെ കുറേ ഇഷ്യൂസ് അവിടെ വന്നു. പക്ഷേ ഞങ്ങൾ ആരും അറിയിച്ചില്ല, വേഗം ഡോർ ക്ലോസ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ. പക്ഷേ ഇപ്പോഴും അത് അറിയില്ലാന്ന് തോന്നുന്നു. ഞാൻ വീഡിയോയിൽ കാണിക്കുമ്പോഴേ അറിയുന്നുണ്ടാവുള്ളൂ. ഇവർ സോളാറിൻ്റെ ടീമാണ്, നമ്മുടെ വീട്ടിൽ സോളാർ വെച്ച ടീമാണ്. അവർ വൈകിട്ടാണ് വന്നത് കേട്ടോ. ഉച്ച സമയത്ത് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇനിയും സോളാറിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്, കുറേ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ. ഹൗസ് വാമിങ്ങിൻ്റെ ബാക്കി വീഡിയോസ് ഞാൻ അടുത്ത വ്ളോഗിൽ ഷെയർ ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാ. അപ്പം ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബൈ.